ഞങ്ങൾക്ക് സൗജന്യ യാത്ര വേണ്ട, മന്ത്രിയെ കണ്ട് സ്ത്രീകൾ. UDF പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ ഗ്ലാമർ ഇനങ്ങളിലൊന്നായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത്. ജൂൺ 15 ഇന്നലെ അത് പ്രാവർത്തികമാക്കി. കേരളത്തിലെ വലിയ ആഘോഷത്തോടെയാണ് UDF സർക്കാർ ആ ഒരു പദ്ധതിയെ ഇന്നലെ നടപ്പിലാക്കിയത്. മുഖ്യമന്ത്രി VD സതീശനടക്കം ഗതാഗത മന്ത്രി CP ജോൺ അടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു അത്തരമൊരു ചടങ്ങ് നടന്നത്. ആദ്യത്തെ ഡ്രൈവറായി വന്നത് KSRTCയിലെ ആദ്യത്തെ ഡ്രൈവറായിട്ടുള്ള പെരുമ്പാവൂർ ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന ഷീലയാണ്. അങ്ങനെ നിരവധി വിശേഷണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ യാത്ര നടക്കില്ല എന്നും ഇതിന് നഷ്ടക്കണക്കുകളൊക്കെ ഉണ്ട് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ വിമർശകർ രംഗത്ത് വന്നെങ്കിലും ഈ പദ്ധതി ജൂൺ 15 നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കണ്ട വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. എന്തു തന്നെ വന്നാലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കും, അതിന്റെ ലാഭനഷ്ട കണക്കുകളൊക്കെ പിന്നീട് സംസാരിക്കാം, ആദ്യം ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. കാരണം ഇവിടെ ഒരു തുല്യതയുടെ ഒരു പ്രശ്നമുണ്ട്. നിരവധി കാരണങ്ങളുണ്ടെങ്കിലും ഈ ഒരു സ്ത്രീ പുരുഷ തുല്യതയുടെ ഒരു പ്രശ്നം ഈ ഒരു യാത്രയിലുണ്ട്. പല സ്ത്രീകളും ഈ ഒരു സൗജന്യ യാത്ര ഇഷ്ടപ്പെടുന്നവരല്ല. അവരുടെ ഒരു അഭിമാനത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. കാരണം ഒരു സൗജന്യം നൽകുക, അത് വാങ്ങുക എന്നൊക്കെ പറയുന്നത് പല സ്ത്രീകൾക്കും ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. തുച്ഛമായ തുകയാണ്, ഒരു 10-12 രൂപയാണ് ഒരു ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടി മുടക്കുന്നത്. അത് അവരെ മുടക്കാൻ തയ്യാറാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നല്ല ശമ്പളമുണ്ട്, കോളേജ് അധ്യാപകർക്ക് നല്ല ശമ്പളമുണ്ട്. അത്തരം അധ്യാപികമാരും ഈ സർക്കാർ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നല്ല മാസ ശമ്പളമുള്ള സ്ത്രീകൾക്കൊക്കെ പലർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ്. അവർക്ക് ഇതെന്തോ ഒരു തടസ്സം പോലെ, അവരുടെ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു യാത്ര എന്ന നിലയിൽ കാണുന്ന നിരവധി സ്ത്രീകളുണ്ട്. എല്ലാ സ്ത്രീകളും ഈ പറയുന്ന പദ്ധതിക്ക് അനുകൂലമല്ല. അതിനെ എതിർക്കുന്ന സ്ത്രീകളുണ്ട്, അതിനെ എതിർക്കുന്ന പുരുഷന്മാരോടൊപ്പം നിൽക്കുന്ന സ്ത്രീകളുണ്ട്. പല രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന, ഇതിനോട് രാഷ്ട്രീയമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം നിൽക്കുന്ന സ്ത്രീകളുണ്ട്. ഞങ്ങൾക്ക് ഈ യാത്ര വേണ്ട എന്ന് ആവശ്യപ്പെടുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ ഒരു സംഘം സ്ത്രീകൾ ഇന്നലെ ഗതാഗത മന്ത്രി CP ജോണിനെ വന്ന് കാണുകയുണ്ടായി. ഞങ്ങൾക്ക് ഈ ഒരു സൗജന്യ ടിക്കറ്റിന്റെ ആവശ്യമില്ല, അതായത് 0 ടിക്കറ്റ്, ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങൾ പണം കൊടുത്ത് തന്നെ പഴയതുപോലെ തന്നെ യാത്ര ചെയ്യാം എന്ന് CP ജോണിനെ കണ്ട് ഇവർ അറിയിച്ചു. അത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു വിഭാഗം സ്ത്രീകളാണ് അദ്ദേഹത്തെ കണ്ട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഈ സൗജന്യ യാത്ര വേണ്ട എന്നാണ് അവർ മന്ത്രിയോട് പറഞ്ഞത്. അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് ഈ സൗജന്യ യാത്ര എന്തായാലും വേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമില്ല, അത് നമ്മളെ ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നം കൂടിയാണ്. അപ്പം അത് കാരണം ഇതിന് ഞങ്ങൾ ഒഴിവാക്കി തരണം. പക്ഷെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം ഇത് ഏതെങ്കിലും ഒരു വിഭാഗം സ്ത്രീകളെ മാത്രമായി ഒഴിവാക്കി നിർത്തുന്ന ഒരു പദ്ധതി ഒന്നും അല്ലാത്തത് കൊണ്ട് CP ജോൺ പറഞ്ഞൊരു കാര്യം, ഭാവിയിൽ അത്തരം ഒരു ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. അതായത് സ്ത്രീകൾക്ക് പണം കൊടുത്ത് യാത്ര ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഭാവിയിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ സൗജന്യ യാത്ര തന്നെ ചെയ്യുക, പക്ഷെ ഭാവിയിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുക. അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന ഒരു വിഷയമായിട്ട് അത് മാറില്ല. അപ്പോൾ അങ്ങനെ CP ജോൺ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇവ തന്നെ വന്ന് കണ്ട സ്ത്രീകൾക്ക് ഭാവിയിൽ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ സ്ത്രീ അത് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ വന്ന് കണ്ട ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഈ പദ്ധതിക്ക് വേണ്ടി പ്രതിമാസം ഞങ്ങളൊരു നിശ്ചിത തുക തരാം. ഇപ്പോൾ ഞങ്ങളൊരു KSRTC ഓർഡിനറി ബസ്സിനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഞങ്ങളൊരു മാസം ഇത്ര രൂപയാണല്ലോ ഇതിനു വേണ്ടി കൊടുക്കുന്നത്, ടിക്കറ്റിന് വേണ്ടി കൊടുക്കുന്നത്. ആ പണം ഒരു പദ്ധതിക്ക് വേണ്ടി, KSRTCയിലെ ഒരു പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം കൂടി CP ജോണിനെ അറിയിച്ചു, ഗതാഗത മന്ത്രി അറിയിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് അനുകൂലമായി പ്രതികരിച്ചോ എന്ന് നമുക്കറിയില്ല. പിന്നീട് രണ്ടാമതായി അവർ പറയുന്നൊരു കാര്യം, സാമ്പത്തികമായി ഈ പറയുന്ന മുന്നോക്കം നിൽക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ കാര്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ മന്ത്രിയെ കണ്ട സ്ത്രീകൾ പറഞ്ഞത്, ടിക്കറ്റിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ബിൽ നൽകിയാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് പണം നൽകുന്നത്. അങ്ങനെ ഒരു പദ്ധതി കൂടി ഞങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ പല ഓപ്ഷൻസ് മന്ത്രിയുടെ മുന്നിൽ ഇവർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ ദിവസം ഈ പറയുന്ന പോലെ സൗജന്യ യാത്ര വേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് ഇത്തരം ഉദ്യോഗസ്ഥകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ മനോഭാവമുള്ള ആയിരക്കണക്കിന് സ്ത്രീകളുണ്ട്. അവരുടെ പ്രതിനിധികളാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ചുരുക്കം ചില സ്ത്രീകൾ. അവർ വന്നിട്ട് സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് ആണ്. അവരാണ് വന്നിട്ട് ഗതാഗത മന്ത്രിയെ കണ്ട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചത്, ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോഴാണ് മന്ത്രി പറഞ്ഞത്,
അതേക്കുറിച്ച് ആലോചിക്കാം, ഭാവിയിൽ ആലോചിക്കാം. എന്ത് തന്നെയായാലും ഇതൊരു ക്ഷേമ പദ്ധതി എന്ന നിലയിൽ ഈ KSRTCയിലെ സ്ത്രീകളുടെ പ്രിയദർശിനി യാത്ര വലിയ പരാജയമാണ് എന്നുള്ള ഒരു വാദമാണ് ഉയരുന്നത്. ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് എല്ലായിടത്തും ഒരേപോലെ അനുഭവേദ്യമാകണം. തിരുവനന്തപുരത്തുള്ള സ്ത്രീക്ക് ലഭിക്കുന്ന നീതി തന്നെ മലപ്പുറത്തുള്ള ഒരു സ്ത്രീക്കും ലഭിക്കണം. ഒരു ക്ഷേമ പദ്ധതി എന്ന നിലയിൽ അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഓർഡിനറി സർവീസുള്ള KSRTCക്ക് ഉള്ള ഒരു ജില്ല. ആ ജില്ലയിൽ ലഭിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന ക്ഷേമം അല്ല മലപ്പുറത്ത് ഏറ്റവും കുറവ് KSRTC ഓർഡിനറി ബസ്സുള്ള മലപ്പുറം പോലുള്ള ജില്ലകളിൽ ലഭിക്കുന്നത്. അപ്പോൾ മലബാർ മേഖലയിൽ ഈ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് കുറഞ്ഞ ക്ഷേമമാണ്. അവിടെ വളരെ തുച്ഛമായിട്ടുള്ള വിരലെണ്ണാവുന്ന KSRTC ഓർഡിനറി ബസ്സേ ഉള്ളൂ. ഉദാഹരണമായി പറഞ്ഞാൽ മലബാർ മേഖലയിൽ ആകെ 397 ഓർഡിനറി ബസ്സേ ഉള്ളൂ എന്നാണ് ഏറ്റവും പുതിയൊരു കണക്ക് പറയുന്നത്. മലപ്പുറത്ത് 49 ഉള്ളൂ, കോഴിക്കോട് 83 ഓർഡിനറി സർവീസുകളേ ഉള്ളൂ, വയനാട് 97 സർവീസുകളേ ഉള്ളൂ, കണ്ണൂരിൽ 100 സർവീസുകളേ ഉള്ളൂ, കാസർഗോഡ് 68 സർവീസുകളേ ഉള്ളൂ. അതേസമയം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരു അനൗദ്യോഗിക കണക്കനുസരിച്ചാണെങ്കിൽ 499 ഓർഡിനറി സർവീസുകളുണ്ട്. അതേപോലെ തെക്കൻ ജില്ലകളിൽ കൊല്ലത്തേക്ക് വരുമ്പോൾ 208 സർവീസുകളുണ്ട്, പത്തനംതിട്ടയിൽ വരുമ്പോൾ 93 സർവീസുകളുണ്ട്, ആലപ്പുഴയിൽ വരുമ്പോൾ 122 ഓർഡിനറി ബസ്സുകളുണ്ട്, കോട്ടയത്ത് 102 ഓർഡിനറി സർവീസുകളുണ്ട്, ഇടുക്കിയിൽ 66 ഓർഡിനറി സർവീസുകളുണ്ട്. അതേപോലെ തന്നെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളത്ത് 206 ഉണ്ട്, തൃശ്ശൂർ 92, പാലക്കാട് 65 ഉണ്ട്. അങ്ങനെ മധ്യ കേരളത്തിൽ 363 സർവീസുകളുണ്ട്. ആകെ ഈ സർക്കാർ പറയുന്നത് പോലെയല്ല, 1886 ഓർഡിനറി സർവീസുകൾ മാത്രമേ കേരളത്തിലാകെ ഉള്ളൂ. അപ്പോൾ ഈ സർവീസുകളിൽ സ്ത്രീകൾക്ക് ഈ പ്രിയദർശിനി പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും തുല്യ നീതി കിട്ടുന്നില്ല. തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീക്കുള്ള നീതിയല്ല ഈ മലബാർ മേഖലയിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജില്ലയിലുള്ള ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. പിന്നീട് നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നം നോക്കുമ്പോൾ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ഇന്നലെ ഹൈക്കോടതിയിൽ അതിൻ്റെ ഒരു ഹർജി പോയിട്ടുണ്ട്. കാരണം ഭരണഘടന ഉറപ്പു നൽകുന്നത് സ്ത്രീയും പുരുഷനും തുല്യ അധികാരവും അവകാശവുമുള്ള ആൾക്കാരാണ് എന്നാണ്. തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട്. ലിംഗഭേദമന്യേ തുല്യത നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അതിൻ്റെ നഗ്നമായ ഒരു ലംഘനമാണ് ഈ പറയുന്ന പ്രിയദർശിനി യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതു താല്പര്യ ഹർജി കോടതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിയമപരമായിട്ടുള്ളൊരു വശം ഇവിടെയുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹികമായിട്ടുള്ള അവരുടെ അവസ്ഥ. അവർ എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. നമ്മുടെ നാട്ടിൻ പുറത്ത് പോലും സ്ത്രീകൾക്ക് ജോലിയുണ്ട്. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തുണിക്കടയിലെ ഒരു സെയിൽസ് ഗേൾ എന്ന നിലയിൽ പോലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ ഈ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം സ്ത്രീകളും. ഈ മന്ത്രിമാരൊക്കെ പറയുന്നത് പോലെ മാസം ഇത്ര രൂപ ഞങ്ങൾക്ക് മിച്ചം വെക്കാം, അല്ലെങ്കിൽ 2000 രൂപ 3000 രൂപ മിച്ചം പിടിക്കാം എന്നൊന്നുമില്ല. കാരണം ഈ ഓർഡിനറി സർവീസ് അവരുടെ ഓഫീസിന്റെ സമയത്ത് കൃത്യമായി നാട്ടിൻ പുറത്ത് ഓടിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ പ്രയോജനം ലഭിക്കുകയുള്ളൂ. പലർക്കും അത് ലഭിക്കുന്നില്ല. അപ്പോൾ ഓഫീസ് സമയത്തിനനുസരിച്ച് എത്ര ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, അതായത് മറ്റ് സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ സൗജന്യം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ സാമൂഹിക നിലവാരത്തെക്കാൾ ഉയർന്നതാണ് നമ്മുടെ സ്ത്രീകളുടെ സാമൂഹിക നിലവാരം. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു യാത്ര ഒരു ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു വിഷയം കൂടിയുണ്ട്. അവിടെ ഒരു സ്ത്രീ പുരുഷ തുല്യതയുടെ വിഷയം കൂടിയുണ്ട്. മാത്രമല്ല സ്ത്രീകൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. ഈ കൊട്ടിഘോഷിക്കുന്നത് പോലെ വലിയ പ്രയോജനം നമുക്ക് പ്രത്യക്ഷത തന്നെ അതിനകത്ത് കാണുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറത്ത് വെറും 49 സർവീസുകൾ മാത്രമേ ഉള്ളൂ. അത് എത്രയോ വലിയ ജില്ലയാണ്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ജില്ലയാണ്. അവിടെ 49 ഓർഡിനറി സർവീസുകൾ ഓടുമ്പോൾ അവിടെ ആർക്കാണ് പ്രയോജനം എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. അങ്ങനെ നിയമപരമായി ഇവിടെ ഒരു വിഷയം വരുന്നുണ്ട്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടെ വരുന്ന ഒരു ഇക്വാലിറ്റി ഇല്ലായ്മ, അതല്ലെങ്കിൽ തുല്യത ഇല്ലായ്മ, സമത്വമില്ലായ്മ എന്നുള്ളൊരു പ്രശ്നം ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ സ്ത്രീകൾ ഉന്നയിച്ച ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം പല സ്ത്രീകളും ബസ്സിൽ പൈസ കൊടുത്തു തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ 10 ലക്ഷം രൂപ മാസവരുമാനമുള്ള ഒരു സ്ത്രീയും കൂലിപ്പണിക്ക് പോകുന്ന 100-700 രൂപ ഒരു ദിവസം കൂലിപ്പണിക്ക് പോകുന്ന ഒരു പുരുഷനും തമ്മിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ വലിയ അന്തരമാണ് വരുന്നത്. നിയമപരമായിട്ടും ലിംഗപരമായിട്ടും അവിടെ വലിയ ഒരു അന്തരമാണ് വരുന്നത്. ഈ 10 ലക്ഷം വാങ്ങുന്ന ഒരു സ്ത്രീ സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ 800 രൂപ 700 രൂപ 500 രൂപ ദിവസക്കൂലി കിട്ടുന്ന ഒരു പുരുഷൻ പൈസ കൊടുത്ത് യാത്ര ചെയ്യണം. അപ്പൊ അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ, ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള ഈ ഒരു സംഘം സ്ത്രീകൾ ഗതാഗത മന്ത്രി CP ജോണിനെ കാണുകയും തങ്ങൾക്ക് ഇത് താല്പര്യമില്ല എന്ന്
അറിയിക്കുകയും ചെയ്തത്. മന്ത്രി പറഞ്ഞത് ഭാവിയിൽ അത് ആലോചിക്കാം, ഇങ്ങനൊരു ഓപ്ഷൻ കൂടി വരുത്താം എന്നാണ് മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും മന്ത്രിയുടെ വാക്ക് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.